ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർസിനെ കുറിച്ചല്ല, ഗിഡിയുടെ ഈ പൈസ തിരിച്ചു കൊടുക്കുന്ന റിസ്റ്റോറേഷൻ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പത്രങ്ങളിലൊക്കെ കണ്ടു കാണും, പരാതിക്കാരെ അല്ലെങ്കിൽ ഇതിൽ പണം നഷ്ടപ്പെട്ടവർ കോടതി മുഖേന പണം തിരികെ കിട്ടാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാമെന്ന് ഇന്നത്തെ പത്രത്തിലുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഭാഗികമായിട്ട് കിട്ടുകയുള്ളൂ എന്ന് ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ആദ്യം പറയാം, പിന്നെ ഈ PMLA ആക്ടിലെ ഈ ഒരു സെക്ഷൻ അതിനെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ 277 കോടി, അതിൽ 212 കോടി മാത്രമാണ് പെർമനന്റ് അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഒക്കെ പറഞ്ഞിരിക്കുന്നത്. ബാക്കി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ മുന്നിലുള്ളത്. അത് നമുക്കറിയാം, ഇതൊരു വലിയ സ്കാമാണ്. 1000 കോടിയിലും മുകളിലാണ് ഇപ്പോഴത്തെ ആ ഒരു കുറ്റപത്രം വഴി ഉണ്ടായിരിക്കുന്നത്. 1000 കോടിയിലും മേലെയുള്ള ഒരു സ്കാമാണ്. പക്ഷേങ്കിൽ 212 കോടി മാത്രമേ ഇപ്പോൾ പൈസയായിട്ട് ഉള്ളൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു 500 കോടിയുടെയോ 700 കോടിയുടെയോ പരാതികൾ വന്നു കഴിഞ്ഞാൽ അവിടെയാണ് ഈ ഒരു പാർട്ട് പേയ്മെൻറ്റിൻ്റെ ആവശ്യകതയുള്ളൂ. എന്നാൽ ഇപ്പോൾ നമുക്കറിയാം, 212 കോടിയുടെ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ഇപ്പോൾ നിലവിൽ പരാതിയുള്ളൂ. അതൊരു 5 കോടിയോ 10 കോടിയോ ആ ഒരു കണക്കിൽ മാത്രമാണ് ഇപ്പോൾ പരാതിയുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ മുഴുവൻ പണവും കിട്ടാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലവിലുണ്ട്. ഇനി നമുക്ക് ഈ PMLA ആക്ട് എന്ന് പറയുന്നത് 2002 ഈ PMLA ആക്ട് നിലവിൽ വരുന്നത്. എന്നാൽ PMLA ആക്ട് 2002 നിലവിൽ വന്ന് 2015 വരെ ഇതിൽ ഇങ്ങനെ പണം അല്ലെങ്കിൽ നഷ്ടം സംഭവിച്ചവർക്ക് പണം തിരികെ കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നില്ല. അത് ആദ്യമായിട്ട് കടന്നു വരുന്നത് 2015 മെയ് 14 ഫിനാൻസ് ആക്ട് 2015 എന്ന വഴി ഒരു അമെൻമെൻറ്റ് വരികയും PMLA ആക്ടിൽ ഒരു അമെൻമെൻറ്റ് വരികയും, അപ്പോൾ അത് സെക്ഷൻ 8 റിസ്റ്റോറേഷൻ ഓഫ് പ്രോപ്പർട്ടി, നഷ്ടം സംഭവിച്ചവരെ കുറിച്ചുള്ള ഒരു സെക്ഷൻ അതിൽ വരികയാണ്. അപ്പോൾ അതിനുശേഷം പുതിയൊരു അമെൻമെൻറ്റ് വരുന്നത് 2016 ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു സെക്ഷൻ 8 വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് തന്നെ പുതിയൊരു റൂള് ഉണ്ടാക്കിയിരിക്കുന്നു. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് റിസ്റ്റോറേഷൻ ഓഫ് പ്രോപ്പർട്ടി റൂൾസ് 2016 എന്ന് പറഞ്ഞിരിക്കുന്ന പുതിയ റൂൾ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു റൂള് വരുന്നത് 26/9/2016 റിസ്റ്റോറേഷൻ ഓഫ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് നമുക്കറിയാം വിജയ് മല്യ അവരൊക്കെ ഇവിടെ വിട്ട് പോയിരിക്കുന്നത്. ബാങ്കുകൾക്ക് കനത്ത നഷ്ടം സംഭവിച്ച, അല്ലെങ്കിൽ ഇവർ 1000 കോടി ലോൺ എടുത്തിട്ട് മുങ്ങിയിരിക്കുന്ന ആ ഒരു സമയമാണ്. ഇവർക്ക് അവരുടെ ഒരുപാട് അതിന് തത്തുല്യമായിരിക്കുന്ന പ്രോപ്പർട്ടികളൊക്കെ അറ്റാച്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ആൾക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റൂൾസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഫർദർ മറ്റൊരു അമെൻമെൻറ്റ് 2018 ഏപ്രിൽ 19 മറ്റൊരു അമെൻമെൻറ്റ് കൂടി വരികയാണ്. ഈ 2016 റൂൾസിൽ പറഞ്ഞിരിക്കുന്നത് കേസൊക്കെ അവസാനിച്ചിട്ടാകുമ്പോൾ ഇവർക്ക് നഷ്ടം സംഭവിച്ചവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അതിലുണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ PMLA കേസ് വളരെ നീണ്ടുപോകുന്ന ഒരു കേസായിട്ട് മാറുന്ന ഒരു സാഹചര്യത്തിൽ ഇതുപോലെയുള്ള നഷ്ടം സംഭവിച്ചവർക്ക് അതിൻ്റെ ഇടക്കാലത്ത് തന്നെ, ട്രയൽ നടക്കുന്ന സമയത്ത് തന്നെ അതിനുള്ള അവസരം ഉണ്ടാവണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് 2018
പുതിയൊരു അമെൻമെൻറ്റ് വരുന്നത്, ഈ സ്പെഷ്യൽ കോർട്ടിന് വേണമെങ്കിൽ ഈ ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡ്യൂറിങ് ദി കോഴ്സ് ഓഫ് ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ സ്പെഷ്യൽ കോർട്ട് എന്ന് വെച്ചാൽ PMLA കോർട്ടിന് ഈ ഇതിൽ തീരുമാനമെടുക്കാം, പണം തിരികെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് 2018 ഈ കാര്യങ്ങൾ വരുന്നത്. അത് വീണ്ടും ഒരു അമെൻമെൻറ്റ് 2019 ജനുവരിയിൽ വരികയാണ്. 11/1/2019 അതിൻ്റെ പ്രൊസീജിയർ, ഈ പണം എങ്ങനെ തിരിച്ചു കൊടുക്കാനുള്ള അല്ലെങ്കിൽ നഷ്ടം സംഭവിച്ചവർക്ക് അതിനുള്ള ആശ്വാസം കൊടുക്കാനുള്ള പ്രൊസീജിയർ കൂടി, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഇത് പണം കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള പുതിയൊരു റൂള് 2019 ജനുവരി 11 വരികയാണ്. അപ്പോൾ അതിൽ ആ റൂളിൽ പറയുന്നത് ഇങ്ങനെയാണ്, ആർക്കൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഹാസ് ആക്റ്റഡ് ഇൻ ഗുഡ് ഫെയ്ത്ത്, ഹാസ് സഫേർഡ് ക്വാണ്ടിഫയബിൾ ലോസ് ആസ് എ റിസൾട്ട് ഓഫ് offense of money laundering despite having taken all reasonable precautions, is not involved in the offense of money laundering. അപ്പോൾ മണി ലോണ്ടറിങ് നടത്താതെ ഗുഡ് ഫെയ്ത്തോടുകൂടി ഇതിൽ പണം നിക്ഷേപിച്ചവർക്ക്, അല്ലെങ്കിൽ അവർക്ക് അതുപോലെ തന്നെ ഇതിൽ വലിയ നഷ്ടം സംഭവിച്ചവർക്ക് ആണ് ഈ പണം തിരികെ കൊടുക്കുന്നത്. അതിൻ്റെ പ്രൊസീജിയറും ഉണ്ട്. എപ്പോഴാണ് ഇത് കൊടുക്കേണ്ടത്, ഡ്യൂറിങ് ദി ട്രയൽ പീരീഡിൽ എങ്ങനെ വേണം, അല്ലെങ്കിൽ കൺക്ലൂഷൻ ഓഫ് ദി ട്രയലിൽ എങ്ങനെ വേണം എന്നൊക്കെ, പേപ്പർ പബ്ലിക്കേഷൻ വേണം, മറ്റ് കാര്യങ്ങളൊക്കെ, ഒരു ക്ലെയിം സബ്മിഷൻ ഓഫ് ക്ലെയിം വേണം, ഒരു ബോണ്ട് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ഒരു സംഭവങ്ങൾ ആദ്യമായിട്ടല്ല, പല കേസുകളിലും ഇതുപോലെ പണം തിരികെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ പണം കൊടുക്കാൻ പോകുന്നത്, ഇങ്ങനെ ചരിത്രത്തിലില്ലല്ലോ എന്നൊക്കെ ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇത് മുന്നേ തന്നെ ഈ ഒരു പ്രൊവിഷനൊക്കെ നിയമത്തിലുള്ളതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, ഇതിൽ പൈസ ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു വഴികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. 420 ഇട്ടിട്ട് പോലീസിൽ പരാതി കൊടുക്കുക. അതുപോലെ തന്നെ PMLA കോർട്ടിൽ അതിൻ്റെ സമയമാകുമ്പോൾ ഇവരുടെ ചാർജ്, ഓരോരാളുടെയും ചാർജ് ഫ്രെയിം ചെയ്തിട്ട് അവർക്കത് വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം നമുക്ക് അടുത്ത ഘട്ടമെന്ന രീതിയിൽ കോർട്ടിൻ്റെ മുന്നിലേക്ക് ഈ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ബൈ.